ഹലോ ഹായ് ഞാനെന്നുള്ളേ തമിഴ്നാട് പോയോണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മളെ കൊല്ലങ്കോട് വഴി പോകുമ്പോൾ ഒന്ന് കൊല്ലങ്കോട് പാടശേഖരത്തിലൊന്ന് നിർത്തിയതാണ്. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് മലയാളമൊക്കെ. അപ്പോൾ നമ്മൾ വലിയ വണ്ടിയായ കാരണം ഇതിൻ്റെ മെയിൻ ഭാഗത്ത് നിർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഐശ്വറിൻ്റെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊല്ലങ്കോട് പാടം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. മോണടുത്ത് പറ്റുന്നില്ല, കാരണം അവിടെ വണ്ടികൾ നിർത്താൻ പറ്റില്ല. ടൂറിസ്റ്റുകളുടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ നമുക്ക് വണ്ടി നിർത്താനുള്ള സ്ഥലം കിട്ടിയില്ല. ചെറുതായി ഒന്ന് നിർത്തിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൽ കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്നു, കുറച്ച് പച്ചക്കറി എടുക്കുന്നു. ഇന്ന് ഉള്ളി മാത്രമല്ല, ഉള്ളിയുടെ കൂടെ പച്ചക്കറി ഉണ്ട്. അപ്പോൾ രണ്ട് സാധനങ്ങൾ കൂടിയിട്ട് നമുക്ക് വണ്ടിയിൽ ലോഡാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ മീൻ മാർക്കറ്റിലേക്ക് പോകാം. ഇതിൽ വെള്ളം ഒഴുകുന്നൊക്കെ ഉണ്ട് കേട്ടോ, മലയുടെ മുകളിൽ നിന്ന് കണ്ടോ. ഇതൊക്കെ പാടത്ത് മറ്റേ പഴയ ജലചക്രമല്ലേ, അതിങ്ങനെ പിള്ളേർ ചവിട്ടി കളിക്കുന്നുണ്ട്. പാടിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ആദ്യം ചെറിയ പാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾ കൂടുതൽ വന്നു തുടങ്ങിയപ്പോൾ, നമ്മളെ ഇന്ത്യ ബുക്ക് റെക്കോർഡിൻ്റെ ഇടം പിടിച്ചപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലായി വന്നു തുടങ്ങി. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പാടി പോലെയൊക്കെ കെട്ടിയിട്ട് ജലചക്രം ഇതൊക്കെ കൊടുന്ന് വെച്ച് കണ്ട. ഇവിടെ അതിൽ റെസ്റ്റോറൻറ്റ് ചെറുതായ ചായക്കടകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ. ഇതിൻ്റെ അപ്പുറത്തും വേറൊരു പാടമുണ്ട്. അപ്പോൾ ഇത് കൊല്ലംകൊണ്ട ചെറിയൊരു കാഴ്ച ഭംഗിയാണ്. അപ്പോൾ ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ. ഐശ്വറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി എടുക്കാൻ പോകുന്ന വീഡിയോ, നമ്മളെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഹായ്, ഞാൻ ഉള്ളി മാർക്കറ്റിലാട്ടോ. ഉള്ളി മാർക്കറ്റിൽ നമ്മളെ വണ്ടി ഇതാണ്, ഐശ്വറാണ്. ഇനി പച്ചക്കറി കയറ്റാൻ പോകണം. അതിന് ആദ്യം ഉള്ളി കയറ്റണം. ഉള്ളി കയറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനാണ്. നല്ല മഴക്കാറുണ്ട്, നല്ല മഴ. ചെറുതായി ഇപ്പോൾ മഴ പെയ്തു, ഇപ്പോൾ തോർച്ചയിലാണ്. അപ്പോൾ ഇനി അടുത്ത് മഴയ്ക്ക് മുന്നേ ഉള്ളി കയറ്റണം. അതിന് പണിക്കാർ വന്നിട്ടില്ല, അവർ വേറെ പണിയിലാണ്. അപ്പോൾ നമ്മൾ ഉള്ളി കയറ്റുമ്പോൾ പച്ചക്കറി ഉണ്ടാകുമ്പോൾ തനിച്ച് ഉള്ളിനെ സെപ്പറേറ്റ് ആയിട്ട് പായ ഇടണം. അതിന് വേണ്ടിയിട്ട് പായ ആദ്യം തന്നെ ഒരു പായ വിരിച്ച് അതിൻ്റെ മുകളിൽ ഉള്ളി കയറ്റിയിട്ട് ഇനി അടുത്ത പായ ഇടണം. അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. കണ്ടാ, ബോഡിയിൽ കംപ്ലീറ്റ് പായ വിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വേണം ഉള്ളി കയറ്റാൻ. ഉള്ളി കയറ്റിയിട്ട് ഈ പായ കൊണ്ട് പൊതിയും. ഇനി ഒരു പായം കൂടി ഇട്ടിട്ട് കവർ ചെയ്തിട്ട് പോവും. പണിക്കാർ വരെയുള്ള വെയിറ്റിങ്ങിലാണ്. ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളി കയറ്റാൻ വന്ന വണ്ടികളാണ്. ഇതിൻ്റെ അപ്പുറത്തും നിറയെ വണ്ടികളുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്. ഫസ്റ്റ് ചാക്കിട്ടിരിക്കുകയാണ്. മഴ ചെറിയ ചാറലുണ്ട്. കണ്ടാ, അടിയിൽ ചാക്കൊക്കെ ഇട്ട് ഇരിച്ച് തുടച്ചിട്ടാണ് ചാക്ക് കയറ്റുന്നത്. ഇവിടെ റോട്ടിലുണ്ടായിരുന്ന ചാക്ക് കംപ്ലീറ്റ് അവർ അകത്ത് കൊണ്ടുവച്ചു മഴ പെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മഴക്കാലത്ത് ലോഡ് ചെയ്യുന്നത്. മഴയത്താണ് ലോഡിങ്. നനഞ്ഞിട്ട് പണിയെടുക്കാന്ന് പറയണ ഒരു നല്ല മഴ ഉണ്ട്. അപ്പോൾ പായൊപ്പം തുടച്ചിട്ടുണ്ട്. ആ ചാക്ക് പറഞ്ഞാൽ കാലിച്ചാക്ക് അവിടെ കിടക്കുന്നില്ലേ, അതായിട്ട് തുടച്ചിട്ടാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പായൊക്കെ ഇട്ടിട്ട് മൂടണം. കുറച്ചധികം പണിയുണ്ട്. ഉള്ളിൽ പായ അതൊന്നും അറിയാതിരിക്കാൻ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ മാർക്കറ്റിന് പുറത്ത് കൊടുന്ന് നിർത്തിക്കേട്ടോ. ഒരു 4-5 കിലോമീറ്റർ ഓടി എന്നിട്ട് പുറത്ത് കൊടുന്ന് നിർത്തിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ അട്ടിയൊന്നും മറിഞ്ഞിട്ടില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മൊത്തം പായ വേറെ പായ ഇട്ടിട്ട് കെട്ടിക്കേട്ടോ. നമ്മൾ അടിയിലിട്ട പായ കൂടാതെ മേലെ കൂടെ ഒരു പായ ഇട്ടിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി വേണം ഉള്ളി പച്ചക്കറി കയറ്റാൻ. ഇപ്പോൾ ഉള്ളിയൊക്കെ കയറ്റി സെറ്റായിട്ട് നമ്മൾ കേട്ടോ പായൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അടിയിലും പായിട്ട് രണ്ട് സൈഡിലേക്കും പായ പറിച്ച് നമ്മൾ ഏകദേശം ചോറും പൊതിയൊക്കെ പൊതിയില്ലേ, പൊതിച്ചോറ് പൊതിയണ പോലെ ഉള്ളിനെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നല്ല മഴച്ചാറിലുണ്ടായിരുന്നു. മഴ കൂടിയും കുറഞ്ഞ് നിൽക്കണ കാരണം കുറവുള്ള ടൈമിൽ അവർ കയറ്റിയിരുന്നു. അപ്പോൾ അതിൽ വരുന്ന വെള്ളം അപ്പോൾ ചാക്കിട്ട് തുടച്ചിട്ടൊക്കെയാണ് നമ്മൾ ലോഡ് ചെയ്തത്. ഇനി ഗ്ലാസ് ഒന്ന് കഴുകണം, കാരണം ഗ്ലാസ്സും ഒക്കെ ചെളിയായിട്ടുണ്ട്. ആ പായമത്തെ ചെളിയൊക്കെ വന്ന് വീണിട്ട് ഇനി നേരെ പച്ചക്കറി കയറ്റാൻ നമുക്ക് പോകേണ്ടതാണ്. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയിലുള്ളത് ഉള്ളിയാണ്. ഉള്ളി കയറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പച്ചക്കറി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളിപ്പാടം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്.
ഇതാ കാണുന്നതാണ് ഉള്ളി കേട്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ടോ ഉള്ളിപ്പാടം. ഇതാണ് ഉള്ളിപ്പാടം കേട്ടോ. ഇത് ഞാൻ ശരിക്കും കാണിച്ചു തരേ. ഇതാണ് കേട്ടോ ഉള്ളി കൃഷി ചെയ്യുന്ന പാടം. ഉണ്ടാ ഇത് കുറച്ച് ഏരിയ ഉള്ളൂ എങ്കിലും കൂടിയിട്ട് ഉള്ളിത്തോട്ടം ഒന്ന് കാണിച്ചു തന്നാണ്. ഉണ്ടാ ഇതാണ് ഉള്ളിച്ചെടി. തമിഴ്നാട്ടിലെ കുറച്ച് പാടങ്ങളൊക്കെ ഇപ്പുറത്തൊക്കെ ആയിട്ട് നല്ലപോലെ കൃഷിയുണ്ട്. അപ്പോൾ ഉള്ളി ഇതാണ് ചെറുള്ളിയുടെ കൃഷി. ഇതിന് വെള്ളം സപ്ലൈ ആണ്, ഈ പൈപ്പിൽ നിന്നാണ് വെള്ളം പോകുന്നത്. അല്ല നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് നമ്മളെ വണ്ടി. ഇതാ അപ്പുറത്തിന് വേറൊരു കാഴ്ചയും കാണിച്ചാലേ. ഇത് പപ്പായ തോട്ടാട്ടോ. നമ്മുടെ കർമ്മസും കായ, പപ്പായ, ഓമക്കായ എന്നൊക്കെ പറയണേ. ഇതൊക്കെ കായ്ച്ചിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഏകദേശം എൻ്റെ ഒരു അര ഭാഗം, എൻ്റെ പകുതിയുള്ളൂ. കണ്ട ഇതിൻ്റെ തോട്ടത്തിൽ കായ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എല്ലാം അതും കായ്ച്ച് നിൽക്കുന്നതാണ്. ഇത് കണ്ട കായ വന്നിട്ടുണ്ട്. എല്ലാതും കായ്ച്ച് നിൽക്കുന്ന ഇതാണ് പപ്പായ തോട്ടം. വലിയ രീതിയിൽ തന്നെ പപ്പായ തോട്ടം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം. ഇതിലും വലുതാവില്ല. ഇത് ഈ സീസണിൽ ഒരു ഈ പപ്പായ വിളവെടുപ്പ് കഴിഞ്ഞാൽ അവർ വെട്ടിക്കളയും, അടുത്ത കൃഷി ചെയ്യും. എല്ലാം നന്നായി കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മളെ പച്ചക്കറി കയറ്റാനുള്ള യാത്രയിലാണ്. അട്ടി മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അട്ടി മറിഞ്ഞിട്ടുണ്ട്, ഉള്ളിയുടെ അട്ടി മറിഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നാൽ ഡബിൾ പണിയാണ്. കണ്ട ഒരു ചാക്ക് മറിഞ്ഞ് വീണ് എടുക്കുന്നുണ്ട്. ആ ചാക്കിനെടുത്ത് പായ കായ്ച്ച് വീണ്ടും സെറ്റ് ചെയ്യണം. അവിടെ ചെന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഇനി നേരെ പച്ചക്കറി കയറ്റിനോടത്ത് പോകാം. നമുക്ക് 2-3 സ്ഥലത്ത് നിന്നായിരിക്കും പച്ചക്കറി കയറ്റുക. അങ്ങോട്ട് പോവാം. സംഭവം രാത്രി ആയിരിക്കണം കേട്ടോ. ഇത് മല്ലിയരയാണ്. മല്ലിച്ചപ്പാണ് ഈ കിടക്കുന്നത് കംപ്ലീറ്റ്. നമ്മളെ ലോഡ് മെയിനായിട്ട് പയറാണ്. പയർ, മല്ലി, പടവലങ്ങ അതൊക്കെയാണ് ഇന്നത്തെ ലോഡ്. ഉള്ളി അട്ടിയിൽ മറിഞ്ഞൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിട്ട് അടുത്ത മാർക്കറ്റിലേക്ക് വന്നിരിക്കട്ടാ. അടുത്ത മാർക്കറ്റ് ഇതിൽ എന്താ ഇതൊക്കെ ചെറിയ തോട്ടങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിച്ച് വയ്ക്കും. ഇവർ വാങ്ങിച്ച് വെച്ചിട്ട് അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഇവർ പോയി കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് തരും. അല്ലാതെ ദൂരം മാർക്കറ്റിൽ നിന്ന് വരണമെന്നല്ല. ഇത് ഫ്രഷ് സാധനങ്ങളായിരിക്കും. കാരണം അടുത്തുള്ള തോട്ടങ്ങളിൽ നിന്ന് വാങ്ങിച്ചേക്കണ കാരണം തന്നെ ഫ്രഷ് സാധനങ്ങളായിരിക്കും. നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ കണ്ട ഫുള്ള് ഇതാണ് പയർ. ഒരു 10 പയറൊക്കെ കയറിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ കയറാണ്ട്. ഇവിടുന്ന് കുറച്ച് കയറണം. ബാക്കിയുള്ളത് അടുത്തൊരു മാർക്കറ്റും കൂടി. ഞാൻ 3 പച്ചക്കറി മാർക്കറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനാണ് കയറ്റുന്നത്. നമുക്കുള്ള ലോഡാണ് ഈ ഇരിക്കുന്നത്. വണ്ടി അതിനോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട സാധനങ്ങളും കൂടി ഉണ്ട്. മല്ലിച്ചപ്പായാലും പടവലങ്ങ, കൈപ്പയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ പയർ തന്നെയാണ്. വൈറ്റ് പയർ ഇട്ടാ അവിടെ കൊടുന്ന് കണ്ട അവിടെ ഒരു കൊട്ടിയിട്ട് തിരയുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. കണ്ട ഇത് തോട്ടങ്ങളിൽ നിന്നൊക്കെ കൊടുന്നിട്ട് ചെരിഞ്ഞിട്ട് തിരയാണ്. പയർ തിരയണ ഇതിൽ നാശമായ പയറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കളഞ്ഞ് ഫ്രഷ് സാധനങ്ങൾ മാത്രം ചാക്കിലാക്കി, ഇതേപോലെ ചാക്കിലാക്കിയിട്ട് കെട്ടി നമ്മൾ വരുന്ന വണ്ടികൾക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ കളർ ചാക്കാണ്. സൂപ്പർ സാധനമാണ് നമുക്ക് കയറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. കണ്ട ഇതായിരിക്കണേ. ഇത് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനിയും ഐറ്റം ഉണ്ട് ഇതിലേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്തൊരു മാർക്കറ്റോട് കൂടി നമ്മൾ ലോഡ് ഫുള്ളാക്കിയിട്ട് പോരും. ഇന്ന് നല്ല പണി കിട്ടിയ ദിവസമാണ്. വേറെ ഒന്നുമല്ല. സമയം 9 മണിയായി. ഇപ്പോഴും ഇവിടുത്തെ ലോഡിങ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ലോഡിങ് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 5 ചാക്കും കൂടി കയറ്റാണ്ട്. ഇനിയും ഐറ്റം വരാണ്ട്. കയ്പയ്ക്ക വന്നിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ ഇപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ വരണം. നമ്മളിവിടെ ആദ്യം വന്നാട്ടാ. എന്നിട്ട് ഇവിടെ ലോഡായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പോൾ എല്ലാ വണ്ടികളും ലോഡായി പോയി തുടങ്ങി. നമ്മൾ ലാസ്റ്റായി. ഇപ്പോൾ ആ ഒരു ലാറി അത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള വണ്ടിയാണ്. ഇപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഈ 2 വണ്ടി കഴിഞ്ഞാൽ ആ വണ്ടി നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളെ വണ്ടി ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടുന്ന് ലോഡായി കഴിഞ്ഞാൽ പിന്നെ എവിടെയും ഇല്ല, നേരെ കേരളത്തേക്കാണ് വെച്ച് പെടന്നെ. ആ വണ്ടി പോയോ? നമ്മളെ വണ്ടി ഇവിടെ ലോഡ് ചെയ്യാൻ നിർത്തിക്കുകയാണ്.
ഇത് ഉള്ളി കയറ്റിയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇത്ര സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പച്ചക്കറി കയറ്റുന്നത്. ഹൈറ്റ് ആകണ്ട കേട്ടോ, ഹൈറ്റ് ആകണ്ട, മട്ടമാവ് പോടും. ഇതാ അത് നമുക്ക് വരക്കല്ലേ, ഇപ്പം പാവയ്ക്കാണ്. ഇതാടാ തള്ളി വെക്കി അത് പാവയ്ക്ക മേലെ പോടല്ലേ, ചിരവയ്ക്ക പാവയ്ക്കടാ അത് ചിരക്ക പാവയ്ക്ക മേലെ ഇടുന്നു. ഞാൻ சொல்லிட்டே இருக்கு. അങ്ങനെ നമ്മുടെ ലോഡ് എല്ലാം കയറ്റി കെട്ടി റെഡി ആക്കിയിട്ട് നമ്മൾ യാത്രയാവുകയാണ്. മൊത്തം ലോഡായി, ഇത്രയുള്ള ലോഡ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ലോഡായിരിക്കും കേട്ടോ. പച്ചക്കറിയൊക്കെ കയറ്റി കയറൊക്കെ ഇട്ട് കെട്ടി സെറ്റായിട്ട് പച്ചക്കറിയുടെ മേലെ നമ്മൾ പായ ഇടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ആ പച്ചക്കറി കേടാവാനും അത് പുഴുകിയിട്ട് അതിൻ്റെ വാടി നാശാവാനുള്ള സാധ്യതയുള്ള കാരണം പച്ചക്കറിയുടെ മേലെ നമ്മൾ പായ ഇടില്ല. ഉള്ളി മാത്രം പായ ഇട്ട് നല്ല സേഫ്റ്റി ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്. എങ്കിലും കൂടി മഴ പെയ്താൽ സപ്പോസ് ചെറിയൊരു വെള്ളം വരാതിരിക്കാനാണ് നമ്മൾ പായിട്ട് ഇങ്ങനെ കെട്ടിയുള്ളത്. എങ്കിലും കൂടിയിട്ട് ചിലപ്പോൾ വെള്ളമൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളം കട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. നമ്മളെ ശ്രദ്ധ കുറവുണ്ടെന്നൊക്കെ പറയും. നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ നമ്മൾ കണ്ടില്ല, ആദ്യം തന്നെ മല്ലിപ്പൊതിനൊക്കെ ഇങ്ങനെ താഴത്ത് നിലത്ത് കൊതറിയിട്ടിരിക്കണ്. അതൊക്കെ ലോഡാക്കിയിട്ട് ഈ തോട്ടത്തിൽ നിന്ന് വന്നിട്ട് ഉള്ള സാധനം പരത്തിയിടുന്നത് ഹീറ്റൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് പരത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാക്കിലാക്കി തന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡായി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സുധി RDS എന്നുള്ള ചാനലിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകളും കുറച്ച് എൻ്റെ ഫാമിലി കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം. എല്ലാവർക്കും ബൈ.